back to Xylem Learning. It's me, Ardra, your social science teacher. നമ്മൾ സോഷ്യൽ സയൻസിൽ തന്നെ ജോഗ്രഫിയിലെ സിലബസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് വരുന്നുണ്ടാവും. ജോഗ്രഫി ടഫ് ആണോ, ജോഗ്രഫി സിമ്പിൾ ആണോ, ഈസി ആണോ? നമ്മൾ ജോഗ്രഫിയിലെ 5ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സോഷ്യൽ സയൻസിലെ സിലബസിൽ തന്നെ. ആ ചാപ്റ്റേഴ്സിനെ പറ്റിയാണ്, അതിന്റെ സബ് തീംസ്, സബ് ടോപ്പിക്സ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ടഫ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്, എവിടെയൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ജോഗ്രഫിയിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിസോഴ്സസ്. നിങ്ങൾക്ക് ഓൾറെഡി സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചാപ്റ്റർ ഒക്കെ കഴിയാറായിട്ടുണ്ടാവും. നമ്മുടെ സൈലത്തിന്റെ ആപ്പിലാണെങ്കിലും യോധ CBS 8 CBSEക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന യോധ CBSE ബാച്ചിനാണെങ്കിലും നമ്മൾ ഓൾറെഡി 3rd ചാപ്റ്റർ വരെ എത്തി. എല്ലാ സബ്ജക്റ്റുകളും ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്തു. നിങ്ങൾക്ക് അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ സൈലത്തിന്റെ 8 CBSE യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളി ഫാക്കൽറ്റീസ് ആണ് അല്ലെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയാണ് നമുക്ക് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും, ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ ആണെങ്കിലും, ഓരോ ചാപ്റ്ററിന്റെയും കൃത്യമായിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റുകളാണെങ്കിലും, സ്ലൈഡ്സ് ആണെങ്കിലും, ഡീറ്റെയിൽ നോട്ട്സ് ആണെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, സൈലത്തിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പൊ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് റിസോഴ്സ് എന്ന് പഠിക്കുന്നുണ്ട്. ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസോഴ്സ്, അതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് ഈ റിസോഴ്സസ് എവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഈ റിസോഴ്സസിനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, ഇങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് റിസോഴ്സസ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈസിയാണ്, വളരെ ഈസിയാണ്, ഒട്ടും ടഫ് അല്ല. കോണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ആൻഡ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, വൺ അമംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ലാൻഡ്, സോയിൽ, വാട്ടർ, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്ര ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് ലാൻഡ്, എന്താണ് സോയിൽ, വാട്ടർ, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ് റിസോഴ്സസ്, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, ഇതിന്റെ ഫീച്ചേഴ്സ്, ഇതിന്റെ ടൈപ്സ്, ഇതിനെങ്ങനെ കൺസേർവ് ചെയ്യണം, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ഒരുപാട് ഫസ്റ്റ് ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ബട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ, മിനറൽസ് ആൻഡ് പവർ റിസോഴ്സസ്. ഇതിലും നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിനെ അപേക്ഷിച്ച് അത്ര പഠിക്കാനില്ല, ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും ടഫ് ആയിട്ട് നിങ്ങൾക്ക് ജോഗ്രഫിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കാം മേ ബി മിനറൽസ് ആൻഡ് പവർ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് മിനറൽസ്, എവിടെയൊക്കെയാണ് നമ്മുടെ വേൾഡിൽ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ടൈപ്പ് ഓഫ് മിനറൽസ് നമുക്ക് അവൈലബിൾ ആണ്, ആൻഡ് ഈ മിനറൽസിന് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, എത്ര ടൈപ്സ് ഓഫ് മിനറൽസ് ഉണ്ട്, ആൻഡ് ഇതിനെ എങ്ങനെ കൺസേർവ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പറയുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ടഫാണെന്നല്ല, ഈസിയാണ്. ബട്ട് കുറച്ചുകൂടെ സയന്റിഫിക് ടേംസും കീവേഡ്സ് ഒക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണല്ലേ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആണ് ടഫ് ആയിട്ടുള്ളത് എല്ലാം സിമ്പിൾ ആണല്ലേ. അപ്പൊ അടുത്ത ചാപ്റ്റർ ആണ് ഫോർത്ത് വൺ, അഗ്രികൾച്ചർ. ഇത് നമ്മളെ ഇന്ത്യനെ ഫോക്കസ് ചെയ്തല്ലേ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്കറിയാം 5 ചാപ്റ്ററിൽ തന്നെ 3ഓളം ചാപ്റ്ററുകളും ഭയങ്കര അടിപൊളിയായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഒരു ചാപ്റ്റർ മാത്രമേ കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചാപ്റ്റർ മിനറൽസ് ആൻഡ് പവർ റിസോഴ്സ്. ബാക്കിയെല്ലാം കിട്ടിലൻ ചാപ്റ്റേഴ്സ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അഗ്രികൾച്ചർ അപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ എഫക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഏതാ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ, അഗ്രികൾച്ചർ. ഇനി ഫിഫ്ത് ചാപ്റ്റർ, ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ്. ഇതും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, നമ്മുടെ 6th ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു
5-6ഓളം ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അതില് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സസ്. എന്താണല്ലേ, എന്താണ് ഹ്യൂമൻ റിസോഴ്സസ്? നമ്മളൊക്കെ തന്നെയാണല്ലേ, നമ്മുടെ പോപ്പുലേഷൻ, ഒരു കൺട്രിയുടെ പോപ്പുലേഷൻ ആണ് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും. എന്തൊക്കെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഇന്ത്യയിൽ തന്നെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആകെ 2 ചാപ്റ്റർ മാത്രമേ കുറച്ചെങ്കിലും ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഏതൊക്കെയാ? നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലാൻഡ്, സോയിൽ, വാട്ടർ, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ്. ദെൻ നമ്മൾ പറഞ്ഞത് ടഫ് ഒന്നല്ല, കുറച്ച് ലെങ്തി ആയതുകൊണ്ട് മേ ബി നിങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തേക്കാം. ദെൻ തേർഡ് ചാപ്റ്റർ മിനറൽസ് ആൻഡ് പവർ റിസോഴ്സസ്. പുതിയ കീവേഡ്സ് ഒക്കെ നിങ്ങൾ കാണുന്നത് കൊണ്ട് കുറച്ചൊരു ടഫായിട്ട് ഫീൽ ചെയ്തേക്കാം. ബട്ട് സ്റ്റിൽ ഈസിയാണ് അല്ലെ, പഠിച്ചാലെല്ലാം ഈസിയാണ്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.